കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപകത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായിട്ടിരിക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്ന് പ്രദക്ഷിണം ചെയ്ത് ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ നാലമ്പലത്തിലേക്കുള്ള വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കാണാം. അത് കഴിഞ്ഞ് വലതേ വശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം. അതേപോലെ തന്നെ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട് കാൽത്തളകൾ അടിഞ്ഞിട്ടുണ്ട്. കാല് പിണച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തടിയുള്ള ഒരു ഉണ്ണി തന്നെ. അപ്പോൾ കാല് പിണച്ച് വെച്ച് കാൽപാദങ്ങൾ ഇങ്ങനെ കാണാനുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ വട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നല്ലൊരു അരമണി ആണ്, വലിയ അരഞ്ഞാണം അതിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കിങ്ങിണിയൊക്കെ ഇങ്ങനെ താഴ്ത്ത് കിടക്കുന്നുണ്ട്. അതേപോലെ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു ഗോപീതിലകം. എങ്ങനെ വെച്ചാൽ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്. വലത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്, ഇടത്തെ കയ്യിലൊരു താമര. വലത്തെ കയ്യിൽ താമരപ്പൂവുണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കുഴൽ. അങ്ങനെയാണ് ഒരു കാഴ്ചയാണ്. ഇന്ന് താമരയും ഓടക്കുഴലും പിടിച്ചിട്ടാണ്. അങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല മന്ദഹാസം. അങ്ങനെ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. സ്വർണത്തിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. 2 തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളത് അതേപോലെ തന്നെ. അതേപോലെ ഉണ്ടമാല ഒരെണ്ണ. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ്, തെച്ചി, തുളസി, താമര എല്ലാം കൂടി ചേർന്ന ഒരു ഉണ്ടമാലയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നല്ല രസമായിട്ടാണ് ഉണ്ണി അങ്ങനെ നിൽക്കണം. ഓടക്കുഴൽ വിളിക്കാൻ തയ്യാറായിട്ട് ഒക്കെ നിൽക്കണ പോലെയൊക്കെ നിൽക്കില്ലേ. നൃത്തം കാല് പണച്ച് വെച്ചിട്ടാണ്. പക്ഷേ കയ്യിൽ ഓടക്കുഴലും താമരപ്പൂവും ഉണ്ടെന്ന് മാത്രം. അപ്പോൾ നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോളൂ. എല്ലാവരും മനസ്സുകൊണ്ട് ആ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തിയിട്ട് നിൽക്കുകയാണ് സോപാനപ്പടിയിൽ എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ആ ശ്രീലകത്തെ രൂപം ഇങ്ങനെ കാണുകയാണ്, ആ ഉണ്ണിക്കണ്ണനെ. അപ്പോൾ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും നന്നായിട്ട് മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ആ വലിയ തിടപ്പള്ളിയും ആലിലക്കണ്ണനെയൊക്കെ കണ്ടു തൊഴുത് സപ്തമാതാക്കളെയും കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഗണേശനെ കണ്ട് തൊഴുകയാണ്. ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കി സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം അങ്ങനെ വന്ന് നമ്മൾ നേരെ മായാദേവീനെയും അതേപോലെ ചെറിയ ഗണേശനെയൊക്കെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. പിന്നെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മാവിനെയും കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഉഗ്രരൂപിയായ നരസിംഹം നമ്മളെ അനുഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അതും കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുത് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണിനെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിന് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നീട് കൊടിമരം കണ്ടു തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ മണിക്കണ വൃത്താറയൊക്കെ കണ്ടു തൊഴുത് കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസ്തുവരെയൊക്കെ ഇങ്ങനെ കണ്ടു തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തുമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോരാം. അങ്ങനെ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് കഴിഞ്ഞ് അങ്ങനെ തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ആ ഉണ്ണീനെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് പിന്നെ അവിടുന്ന് കൂത്തമ്പലത്തിലേക്കും വരാം. അവിടെ വന്ന് തൊഴാം. പിന്നെ അങ്ങനെ അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദർശനം ചെയ്ത് അവിടുന്ന് പോന്ന് നേരെ പടിഞ്ഞാറ് നടയിലെത്തുമ്പോൾ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കാണാം. അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത്ത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അത് കഴിഞ്ഞ് രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദർശനം ചെയ്യാം. പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ അവിടുന്ന് പിന്നെയും വടക്ക് വശത്തേക്ക് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ അനലക്ഷ്മി ഹാളിൻ്റെ അതിലൂടെ അങ്ങനെ പോന്നു കഴിഞ്ഞാൽ നാരായണാലയം കാണാം. അങ്ങനെ കയറുമ്പോൾ തന്നെ ഇടതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കാണാം. അത് കണ്ട് തൊഴുത് പിന്നെ നമ്മൾ വീണ്ടും ഭഗവതി നടയിൽ കൂടെ അങ്ങനെ വന്ന് നേരെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴാം. പിന്നീട് അങ്ങനെ തെക്ക് വശത്ത് വന്നാൽ കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാം. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും ഒപ്പം മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.